ആക്ച്വലി താൻ ഫോട്ടോ കാണുന്ന പോലെയല്ല, കാണാൻ തീരെ ഭംഗിയില്ല നേരിട്ട്. ആക്ച്വലി സാൻഡ്ര, എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ മാനേജറോ? അയ്യോ മാഡം മാഡം എന്നോട് പഴയ ദേഷ്യം വെച്ചിട്ടൊന്ന് പെരുമാറിയത്. എനിക്ക് ഈ ജോലി വളരെ അത്യാവശ്യമാണ്. താനല്ലേ പറഞ്ഞത് തന്റെ അച്ഛനും അച്ഛനും കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുണ്ടാക്കി വെച്ച മുതൽ എന്നെ എൻ്റെ പെങ്ങന്മാരും മാത്രമാണ്, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പോന്ന് എന്താണ് ഒരു കളയും അളിയാ. അതായത് എൻ്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ഡേറ്റിംഗ് ആണ്. എന്താ എൻ്റെ അഭിപ്രായം? എൻ്റെ ഒരു വീക്ഷണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ആർക്ക് ഈ ഒലിപ്പിച്ചോണ്ട് വരുന്ന പയ്യന്മാരുടെ താല്പര്യമില്ല. അവർക്ക് കുറച്ച് ചാടയൊക്കെ ഉണ്ടെങ്കിൽ പയ്യന്മാരോട് താല്പര്യം. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് തള്ളൊക്കെ വേണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് വലിയ ജോലി ഉണ്ട്, കുറെ പൈസ ഉണ്ട്, നീ ലക്ഷപ്രഭുവാണ്, അടുത്ത ആഴ്ച കോടീശ്വരനൊക്കെ വെച്ച് തള്ളു. എടാ എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ ഇനി. അവൾ അറിയാൻ പോകുന്നില്ലല്ലോ, അതൊക്കെ പിന്നെ റിലേഷൻഷിപ്പിന് ശേഷമുള്ള കാര്യമല്ലേ. അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ വിളിക്കാം. നിനക്കിപ്പോൾ എന്താ ജാട വേണോ അല്ലേ? എൻ്റെ ഒരു ഐറ്റം ഉണ്ട്, കണ്ടോ, അനിമൽ സ്പെഷ്യലാണ്. ജാട കണ്ടുപിടിച്ചാണ് എൻ്റെ ഫാമിലിയിൽ. പൊളിക്ക് വർക്കൗട്ട് ആവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. Sandra Chan? हर घड़ी बदल रही है रूप से. Hi. Sandra Chan അല്ലേ? ആക്ച്വലി താൻ ഫോട്ടോ കാണുന്ന പോലെയല്ല, കാണാൻ തീരെ ഭംഗിയില്ല നേരിട്ട്. ആക്ച്വലി സാൻഡ്ര, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൈ ഫാദർ ഈസ് സോ റിച്ച്. ആൻഡ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ മൈക്രോസോഫ്റ്റിന് 2 ബ്രാഞ്ചസ് ഉണ്ട് കൊച്ചിയിൽ, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. കടയല്ല, ക്യാഷ്. സോ അതുകൊണ്ട് എൻ്റെ ഫാദറിന് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആൻഡ് താല്പര്യമില്ലായിരുന്നു മൂപ്പർക്ക്. സോ എന്നോട് ചോദിക്കും, നീ എന്തിനാണെങ്കിൽ ജോലിക്ക് പോകുന്നത്. ബട്ട് നമുക്ക് സെൽഫ് വാല്യൂ, സെൽഫ് റെസ്പെക്ട്, പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട വീട്ടിൽ. ഇങ്ങനെ എപ്പോഴും ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോഡിക്കില്ലേ. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ഫോർ എ ജോബ്. പിന്നെ സാൻഡ്ര, if I'm saying a no, ഞാൻ നോ പറഞ്ഞാൽ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ ബൈ. ഷോ അകത്തേട്ട് പോയാലാണ് വരുന്നില്ല, വാച്ച് കൊടുത്തില്ല. വലിയ എന്തായി? കിട്ടാൻ തോന്നില്ല, മുട്ടൻ ടൈമിളാക്കില്ല. ഏത് പണിക്ക് വന്നാലാണ്? അയ്യോ എൽസൺ ബിശ്വാസ്. വന്നു. അയ്യോ എൽസൺ, why this job? അത് പറയുകയാണെങ്കിൽ തളർവാദം പിടിച്ചെടുക്കുന്ന അച്ഛൻ, ബുദ്ധിസ്ഥിരത്തെ അമ്മ, കല്യാണപ്രായമായിട്ടും കല്യാണം നടക്കാത്ത പെങ്ങന്മാർ, കല്യാണപ്രായമായിട്ടും കല്യാണം കഴിക്കാൻ പറ്റാത്തൊരു ഞാൻ, ഇത്രയും കാര്യം ആലോചിക്കുമ്പോൾ പിന്നെ സങ്കടം വരില്ലേ? എൽസൺ കരയല്ലേ? എൽസൺ കൂൾ ഡൗൺ പ്ലീസ്. എൽസൺ കരയല്ലേ? ആക്ച്വലി ഞാൻ ഇവിടുത്തെ HR മാത്രമാണ്, ഇതിൻ്റെ ഫൈനൽ കോൾ മാനേജറിൻ്റെ ആണ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ബെസ്റ്റ്. കരയണ്ട കേട്ടോ, ഇപ്പോൾ വരും. കരയണ്ട കേട്ടോ. വെള്ളം വേണോ? കുറച്ച് കിട്ടിയപ്പോൾ ഇതെന്താ ഈ പെണ്ണ്? ഇതാരാ? ഇതാണ് നമ്മുടെ മാനേജർ. മാനേജറോ? അയ്യോ മാഡം എന്നോട് പഴയ ദേഷ്യം വെച്ചിട്ടൊന്ന് പെരുമാറിയത്. എനിക്ക് ഈ ജോലി വളരെ അത്യാവശ്യമാണ്. താനല്ലേ പറഞ്ഞത് തന്റെ അച്ഛനും അച്ഛനും കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുണ്ടാക്കി വെച്ച മുതൽ എന്നെ എൻ്റെ പെങ്ങന്മാരും മാത്രമാണ്, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ എൽസൺ, if I'm saying no, തനിക്ക് വിഷമമില്ലല്ലോ അല്ലേ? മാം പ്ലീസ്, ഈ ജോലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചതിക്കരുത്. ഞാൻ ആലോചിക്കട്ടെ. പൊക്കോ. വിളിക്കായിരിക്കില്ലേ? മാം ഒന്ന് പറയണേ എൻ്റെ കാര്യം ഒന്ന്. ശരി പ്ലീസ്. ഇവനാ? ഓ, ഇന്റർവ്യൂവിന് വന്നായിരിക്കും അല്ലേ? കാണിച്ചു തരാം നിങ്ങൾ. ഹലോ എടി, ഞാൻ ഡേറ്റിങ്ങിന് പോയെന്ന് പറഞ്ഞില്ലേ?
അവൻ നിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് അവനിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ നീ ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം അറിയില്ല. ഞാൻ നിൻ്റെ ഓഫീസിലെ മാനേജറാണെന്ന് പറയാം അവനോട്. ഓ അങ്ങനെയാണോ? അതൊക്കെ ഞാൻ ഏറ്റു. സെറ്റ്. ഓക്കെ സെറ്റ്. പാവണ്ടി, ഇത്രയും പേടിപ്പിക്കണ്ടായിരുന്നു. അത് കുറച്ച് ആവശ്യമാണ്. എന്ത് പരിപാടി? പ്രശ്നമില്ല. നിനക്ക് എന്ത് പരിപാടി? ചായ കുടിക്കുമ്പോ യെസ്.